നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പത്തനംതിട്ട ജില്ലയിൽ ഒരു എയർപോർട്ട് ഇല്ല. നമുക്കറിയാം, നമ്മുടെ ഈ ജില്ലയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത സൗഹാർദ്ദ മത സമ്മേളനങ്ങൾ നടക്കുന്നത്. മാർത്തോമാസഭയുടെ മാരാമൺ കൺവെൻഷൻ അഖില ലോക പ്രശസ്തമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വിദേശ രാജ്യങ്ങളുടെ ഒരു സ്ഥലമാണ് മാരാമൺ കൺവെൻഷൻ. ഓർത്തഡോക്സ് പ്രധാന കൺവെൻഷനാണ് മാക്കാവുന്ന കൺവെൻഷൻ. അത് ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ വിദേശത്തും വരുന്നതാണ്. യാക്കോബായ സഭയുടെ കൺവെൻഷനാണ് മഞ്ഞിനിക്കര കൺവെൻഷൻ. അതും ധാരാളം ആൾക്കാർ വരുന്നതാണ്. നമ്മുടെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ, ഹിന്ദുമത മഹാസമ്മേളനം എത്രയോ പ്രശസ്തമാണ്. എത്ര വലിയ വലിയ സന്യാസിമാർ വരുന്നതാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആൾക്കാർ വരാറുണ്ട്. ആ ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നതും നമ്മുടെ ഈ ജില്ലയിലാണ്. അടൂരിനടുത്തുള്ള ഏനാത്ത കളമല ഉത്സവമാണ്, നമ്മുടെ മുസ്ലിം പള്ളി. അവിടെ ഒരുപാട് പേര് ആ കളമല ഇത് കാണാനായിട്ട് വരാറുണ്ട്. അതിലൊക്കെ ഇവര് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബന്ധക്കോസ്തുകാരുള്ളത് കുമ്പനാട്ടാണ്. അത് ആറന്മുള കുമ്പനാടാണ്. ആ കുമ്പനാട്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബന്ധക്കോസ്തുകാരുള്ളതും. ലോകത്തിലെ എല്ലാ സഭകളിലെയും ഹെഡ് ഓഫീസ് അവിടെയാണ്. ബന്ധക്കോസ് സഭകളുടെ ഹെഡ് ഓഫീസ് കുമ്പനാട്ടാണ്. അവിടുത്തെ കുമ്പനാട് ഹെബ്രോൻ നഗരിൽ നടക്കുന്ന കൺവെൻഷൻ ലോകപ്രശസ്തമാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഓരോ വർഷവും ആയിരക്കണക്കിന് വിദേശ മലയാളികൾ ഈ കൺവെൻഷൻ സമയത്തും പെരുന്നാൾ സമയത്തും നമ്മുടെ നാട്ടിൽ വരികയും അതിൽ പങ്കെടുക്കുന്നു. പക്ഷെ അവരെല്ലാം നിലയിൽ കഷ്ടപ്പെട്ടാൽ അവരൊന്നിലും നെടുമ്പാശ്ശേരിയിൽ നിന്നിറങ്ങും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നിറങ്ങും, എന്നിട്ട് ഇവിടെ കഷ്ടപ്പെടും. അതിന് വരുമ്പോഴത്തേക്ക് ഒരു ദിവസം 2 ദിവസം നഷ്ടപ്പെടുകയാണ്. മറിച്ച് പത്തനംതിട്ട ജില്ലയിൽ എയർപോർട്ട് വന്നാൽ അരമണിക്കൂറിനകം അല്ലെങ്കിൽ 1 മണിക്കൂറിനകം അവർക്ക് എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ ചെല്ലാൻ കൺവെൻഷൻ പങ്കെടുക്കാം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. എവിടെ വേണം? പല സ്ഥലങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കൊടുമൺ റബ്ബർ പ്ലാന്റേഷൻ മേഖലയാണ്. അത് ചൂണ്ടിക്കാണി ഞാൻ ഈ അടൂരുകാരനായോണ്ടോ അല്ലെങ്കിൽ കൊടുമൺ അടുത്തുള്ള ആളായോണ്ടോ അല്ല, ഇതൊരു യാഥാർത്ഥ്യവും സത്യവുമാണ്. അതായത് കൊടുമൺ പ്ലാന്റേഷന് സംസ്ഥാന സർക്കാരിന്റേതാണ്. അവിടെ 2 എസ്റ്റേറ്റ് ഉണ്ട്. ഒന്നാമത്തെ എസ്റ്റേറ്റ് കൊടുമൺ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റ് 1200 ഹെക്ടറാണ്. ഹെക്ടർ എന്ന് പറയുമ്പോൾ 3000 ഏക്കർ സ്ഥലം. ആ 3000 ഏക്കർ സ്ഥലം വിശാലമായി കിടക്കുന്നു, പരന്നു കിടക്കുന്നു. നിലവിലുള്ള റബ്ബർ കൃഷിയില്ല. അവിടെ കുറെ ക്വാർട്ടേഴ്സ് ഉണ്ട്, പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ക്വാർട്ടേഴ്സ് ഉണ്ട്. കുറെ ഉദ്യോഗസ്ഥന്മാരും കുറെ റബ്ബർ ടാപ്പിംഗ് ജീവനക്കാരും അവിടെ താമസമുണ്ട്. അവരൊഴിച്ചാൽ അതിന്റെ അകത്ത് അത്രേ ഈ പറഞ്ഞ 3000 ഏക്കർ സ്ഥലത്ത് ഒരു വീടില്ല. കൊടുമൺ പ്ലാന്റേഷൻ മേഖല എടുത്താൽ ഒരാളിനെ പോലും അവിടെ ഇറക്കി വിടണ്ട. ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ചൂണ്ടിക്കാണിക്കുന്ന ആറന്മുള ആയിക്കോട്ടെ, എരുമേലി ആയിക്കോട്ടെ, ഒരു എയർപോർട്ട് വരണമെങ്കിൽ അവിടുത്തെ ആൾക്കാരെ ഇറക്കി വിടണ്ടേ? ഒരു വീട് ഇറക്കി വിടണമെങ്കിൽ എത്രായിരം രൂപ വീടിന് കൊടുക്കേണ്ടി വരും? നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? സ്ഥലത്തിന്റെ വില കൊടുക്കണ്ടേ? വീടിന് കൊടുക്കണ്ടേ? ഈ വീടിന്റെ പ്രശ്നങ്ങളോ കുടിയൊഴിപ്പിക്കൽ പ്രശ്നങ്ങളോ എവിടെയില്ല? കൊടുമണ്ണില്ല. നമ്പർ 1. 2, സംസ്ഥാന സർക്കാരിന് ഒരു പൈസ കൊടുത്ത് സ്ഥലം മേടിക്കണ്ടല്ലോ. ഇന്ന് ആരോ ആറന്മുളയെ കുറിച്ച്, ആറന്മുളയിലെ 400 ഏക്കർ സ്ഥലം കയ്യിലുണ്ട്, 1000 ഏക്കർ മേടിക്കണം. 1000 ഏക്കർ ചുമ്മാ കിട്ടും. ഏതെങ്കിലും ദൈവം പ്രത്യക്ഷപ്പെടുന്ന 1000 ഏക്കർ പറയാൻ നോക്കൂ. ആ 1000 ഏക്കർ കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ എത്ര ലക്ഷം, എത്ര കോടി രൂപ വേണം? ഇനി അതുകൂടാതെ ആറന്മുള എയർപോർട്ട് കേൾക്കും ചിരി തോന്നുകയാണ്. നമ്മുടെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റുകാര്, നമ്മുടെ ഗവൺമെന്റുകള്, നമ്മുടെ വിവിധ രാഷ്ട്രീയ പാർട്ടികള് സമരം ചെയ്താണ് ആറന്മുള എയർപോർട്ടിനെതിരായിട്ട്. എന്താ കാര്യം? ഈ ജില്ലയിൽപ്പെട്ടവർ സമരം ചെയ്യുന്നതുകൊണ്ടാണ്? അവർക്ക് എയർപോർട്ട് വേണ്ടാഞ്ഞിട്ടാണോ? എയർപോർട്ട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. ആറന്മുള കാണിച്ച മുഴുവൻ വയലേലകളാണ്. വയലേലകളില് നികത്തി അത് എയർപോർട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ കൂടെ പ്രതിഷേധം വരുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. 2018 വെള്ളം, 19 വെള്ളം. ആ വെള്ളം വരുന്ന സമയത്ത് അത്രയും വയലൂടെ നികത്തിയാൽ എന്ത് സംഭവിക്കും? വെള്ളം പൊങ്ങും. നമുക്ക് ഈ ആനന്ദപ്പള്ളി മാത്രമല്ല, പത്തനംതിട്ട ടൗണിൽ പോലും ഇറങ്ങിയിടാൻ കണക്കാത്ത സാഹചര്യമുണ്ട്. വെള്ളത്തിന്റെ ശല്യമുണ്ട്. അതുകൊണ്ട് ബുദ്ധി വാക്കുപയോഗിക്കുന്നില്ല. മണ്ഡലന്മാരിൽ മൂടസർഗത്തിൽ കഴിയുന്നവർക്ക് മാത്രമേ ആറന്മുള എയർപോർട്ട് വേണം എന്ന് അത് വീണ്ടും ആരംഭിക്കണം. വേറെ ആരും പറയുന്നില്ല. അതിനാവശ്യപ്പെടുന്ന ഞാൻ മനസ്സിലാക്കി. പിന്നെ ചില ഭൂമാഫിയകളുണ്ട്, ചില കച്ചവടക്കാരുണ്ട്. അവരുടെ ലക്ഷ്യം വസ്തു വിൽപ്പനയാണ്. ആ വസ്തുവിന് ചില കേസുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടതി കാണിക്കാനാണ് ഇവിടെ എയർപോർട്ട് വരാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതിപ്പോ കേസ് മാറ്റിക്കൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, പാരിസ്ഥിതിക പ്രശ്നമില്ലാത്ത, ഒരാളിനെ ഇറക്കിവിടണ്ടാത്ത സർക്കാരിന്റെ സ്ഥലത്ത് എയർപോർട്ട് വന്നാൽ ഈ ജില്ല രക്ഷപ്പെടും. നമ്മുടെ സ്വാമിമാർക്ക് ഇവിടെ ഇഷ്ടംപോലെ ബസ്സിലോ കാറിലോ ചെല്ലാനൊക്കും. നമുക്കറിയാം, വളരെ കുറച്ച് സ്വാമിമാരേ ഉള്ളൂ ഫ്ലൈറ്റിൽ പോകുന്നത്. ബാക്കിയെല്ലാം വാനിലും ബസ്സിലും വരുന്നവരാണ്. അവരോട് ഇവിടെ മാത്രമല്ല വരുന്നേ. അവർ ശബരിമലയിൽ തിരിച്ചു വന്നാൽ നേരെ നമ്മുടെ പന്തളം കൊട്ടാരത്തിൽ പോകും, തിരുവനന്തപുരത്ത് നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിൽ പോകും. തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം പേര് ഇടത്തോ ക്രിസ്ത്യൻ പള്ളിയിലാണ് പോകുന്നത്, മണർകാട് ക്രിസ്ത്യൻ പള്ളിയിലാണ് പോകുന്നത്. അവരിത് ടൂർ പോലെ കണക്കാക്കി കേരളം മുഴുവൻ കറങ്ങാനായിട്ട് വരുന്നതാണ്. അവർക്ക് ഫ്ലൈറ്റ് വേണ്ട. ഇത് കുറച്ച് പേര് കാസർഗോഡിലാണ്. അവർ വന്നോട്ടെ, അവർ കൊടുമണ്ണിറങ്ങിക്കോട്ടെ. കൊടുമണ്ണിൽ നിന്ന് 45 കിലോമീറ്റർ യാത്ര ചെയ്താൽ ശബരിമലയിൽ ചെല്ലും. അതുപോലെ അതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള നമ്മുടെ വിലക്ക് ഇപ്പോൾ സന്തോഷമുള്ള അടൂർ MLA ശ്രീ അഡ്വക്കേറ്റ് CV നമ്മുടെ ശാന്തകുമാർ അദ്ദേഹം വളരെ സജീവമായി വിഷയം എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് മുന്നണി പോരാളിയായി നിൽക്കുകയാണ്. അദ്ദേഹം പോകാനോട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാമെന്നും മുഖ്യമന്ത്രി ഈ വിഷയം സംസാരിക്കാമെന്നും കൊടുമണ്ണ് തന്നെ ഏർപ്പാട് കൊണ്ടുവരാമെന്നും ശാന്തകുമാർ MLA ഉറപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ നീങ്ങുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും സഹായ സഹകരണങ്ങൾ
ഞങ്ങൾ ഇതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. എന്തിനായിരിക്കും ഡ്രോൺ സർവേ ഒക്കെ ഇപ്പൊ നടത്തിയത് ഇതിനെതിരെ? അത് വസ്തു കച്ചവടത്തെ യാതൊരു സംശയമില്ല. അത് ഒന്ന് ആൾക്കാരെ ഒന്ന് എനിക്ക് വേറെ സംശയം. ഡ്രോൺ പരിശോധിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. അപ്പൊ ഈ രാജ്യത്ത് എന്തോ കാശുള്ള ഏത് മുതലാളിമാർക്ക് എന്തും ചെയ്യാമെന്നാണോ? അതാണോ മര്യാദ? അതാണോ ജനാധിപത്യം? ചിന്തിക്കേണ്ട കാര്യമല്ലേ? ഒരാൾ വിചാരിച്ചാൽ തന്നെയല്ല ഈ ഡ്രോൺ പരിശോധന നടത്തിയത് ആളോട് ചോദിച്ചാന്നു. എന്റെ വസ്തുവിന്റെ മണ്ടയ്ക്കൂടെ ഇത് പരിശോധിക്കണമെങ്കിൽ ഞാൻ അറിയണ്ടേ? 12 SP അറിഞ്ഞു, SP വാദം കൊടുത്തിട്ടുണ്ടോ? അറിയണമല്ലോ. എങ്കിൽ ഈ ജില്ലയിലെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ടോ? ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ? ആരറിഞ്ഞു? ഒരു വ്യക്തി കാശുണ്ടെന്ന് വിചാരിച്ച് പരിശോധന നടത്തിയാൽ അത് എന്റെ അതിൽ ന്യായമാണുള്ളത്. സുകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള സമരം നടത്തി. ടീച്ചർ മരിച്ച പോലും ആ ടീച്ചർ എത്രയോ ദിവസം ഈ ആറന്മുള കഷ്ടപ്പെടുക. 129 ദിവസം സമരം നടന്ന ആറന്മുളയില് ഇവിടുത്തെ CPI അടക്കമുള്ള പാർട്ടികള്, പിന്നെ മറ്റ് പല സംഘടനകള്, കുമ്മനം രാജശേഖരൻ അദ്ദേഹം കഴിച്ച പത്രസമ്മേളനം നടത്തി. ഈ ആറന്മുളയിൽ വരുന്നതിനെ അദ്ദേഹം എതിർക്കും. ഇന്ന് ഞങ്ങൾ ഉമ്മനത്തെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു. കുമ്മനം രാജശേഖരൻ ഞങ്ങൾക്ക് എല്ലാവിധമായ സപ്പോർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വേണ്ട സാഹചര്യം ചെലുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലയിലും കേന്ദ്ര ഗവൺമെന്റ് പിന്തുണയൊക്കെയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. സത്യവും ന്യായവും ഞങ്ങളുടെയാണ്. അത് കണക്കാക്കി അവിടെ അനുവദിക്കണം എന്നുള്ളതാണ് വളരെ വിനീതമായി എനിക്ക് പറയാം. ഡോക്ടർ വർഗീസ് പേരയിൽ, ശബരിമല കുടുംബൻ എയർപോർട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ.